ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 മാനവശേഷി രാഷ്ട്ര പുരോഗതിക്കായി എന്ന ചാപ്റ്ററാണ്. ഏതൊരു വസ്തുവും ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങളാണ് ഉൽപ്പാദക ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഏതൊരു വസ്തുവും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായത് അതെന്താണോ അതാണ് ഉൽപ്പാദക ഘടകങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഉൽപ്പാദന ഘടകങ്ങളാണ് ഭൂമി, അധ്വാനം, മൂലധനം, സംരംഭകത്വം. അതായത് ഒരു സാധനം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് ഭൂമി വേണം, അതുപോലെ തന്നെ അധ്വാനം വേണം, മൂലധനം വേണം, സംരംഭകത്വവും വേണം. ഉൽപ്പാദന ഘടകങ്ങളുടെ മറ്റൊരു പേരാണ് സാമ്പത്തിക വിഭവങ്ങൾ. മണ്ണ്, വെള്ളം തുടങ്ങിയ പ്രകൃതി വിഭവങ്ങൾ ഉൾപ്പെടുന്ന ഉൽപ്പാദന ഘടകമാണ് ഭൂമി. അതായത് പ്രകൃതി വിഭവങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഭൂമി എന്ന് പറയുന്നത്. പ്രതിഫലത്തിനായി മനുഷ്യൻ ചെയ്യുന്ന ഭൗതികമോ കായികമോ ആയ പ്രയത്നമാണ് അധ്വാനം എന്ന് പറയുന്നത്. അതായത് പ്രതിഫലം കിട്ടി ചെയ്യുന്നതാണ് അധ്വാനം അല്ലെങ്കിൽ തൊഴിൽ എന്ന് പറയുന്നത്. ഉൽപ്പാദന പ്രക്രിയയെ സഹായിക്കുന്ന മനുഷ്യനിർമ്മിത വിഭവങ്ങളാണ് മൂലധനം. അതായത് ഈ പ്രക്രിയയിൽ എന്താണ് മനുഷ്യൻ നിർമ്മിക്കുന്നത് എന്താണ്? മൂലധനമാണ് അല്ലേ. യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ ഇതൊക്കെ മനുഷ്യനിർമ്മിതമാണ്. അതിന് നമ്മൾ എന്താണ് പറയുക? മൂലധനം എന്നാണ് പറയുന്നത്. ഭൂമി, മൂലധനം, അധ്വാനം എന്നീ ഘടകങ്ങളെ അനുയോജ്യമായ രീതിയിൽ സംയോജിപ്പിച്ച് ഉൽപ്പാദനം സാധ്യമാക്കുന്ന പ്രക്രിയയാണ് സംരംഭകത്വം. നമ്മൾ പറഞ്ഞ ഈ ഭൂമി, അതുപോലെ തന്നെ മൂലധനം, അധ്വാനം ഇതൊക്കെ അനുയോജ്യമായ രീതിയിൽ സംയോജിപ്പിച്ചുകൊണ്ട്, അതായത് അതൊക്കെ മതിയായതുപോലെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉൽപ്പാദനം സാധ്യമാക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംരംഭകത്വം എന്ന് പറയുന്നത്. ഉൽപ്പാദന ഘടകങ്ങളും പ്രതിഫലവും. ഭൂമിയിൽ നിന്ന് നമുക്ക് എന്താ? പാട്ടം. അധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേതനം കിട്ടൂലേ? ഒരു മൂലധനം ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് പലിശയാണ് ലഭിക്കുന്നത്. സംരംഭകത്വത്തിൽ നിന്ന് ലാഭവും. ഉൽപ്പാദകർ നിശ്ചിത വില ഈടാക്കി വിപണിയിൽ എത്തിക്കുന്ന ഉൽപ്പന്നത്തിന് ലഭിക്കുന്ന പണമാണ് വരുമാനം. അതായത് ഇതെല്ലാം കൊണ്ടും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം ഉണ്ടല്ലോ, ആ ഉൽപ്പന്നത്തിന് നമുക്ക് ലഭിക്കുന്ന പണത്തിനെയാണ് നമ്മൾ വരുമാനം എന്ന് പറയുന്നത്. പണത്തിൻ്റെ പരിണാമ പ്രക്രിയ ഫ്ലോ ചാർട്ടിലൂടെ. ബാർട്ടർ ഉൽപ്പന്നങ്ങൾ: സ്വർണം, ലോഹ നാണയങ്ങൾ, കടലാസു പണം, പ്ലാസ്റ്റിക് കാർഡുകൾ, ഇലക്ട്രോണിക് കാർഡുകൾ. ആദ്യം എങ്ങനെയായിരുന്നു? ബാർട്ടർ സമ്പ്രദായമായിരുന്നു അല്ലേ. പിന്നെ അതെന്തായി? സ്വർണം. പിന്നെ അത് ലോഹ നാണയങ്ങളായി. പിന്നെ അത് കടലാസു പണങ്ങളായി. പിന്നെ പ്ലാസ്റ്റിക് കാർഡുകൾ, അതായത് ATM അങ്ങനത്തെ. പിന്നെ ഇലക്ട്രോണിക് കാർഡുകളായി. ഓക്കെ, നെക്സ്റ്റ്. വസ്തുക്കൾക്ക് പകരം വസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന വിനിമയ മാർഗമാണ് ബാർട്ടർ സമ്പ്രദായം. ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, വസ്തുക്കളുടെ വില നിർണ്ണയിക്കുന്നതിനുള്ള പ്രയാസം. അതായത് അതിൻ്റെ വില നിർണ്ണയിക്കാൻ പ്രയാസമാണ് അല്ലേ. ഒരു വസ്തു കൊടുത്തിട്ട് മറ്റൊരു വസ്തു വാങ്ങുക, അതല്ലേ. അപ്പോൾ എന്താണ്? അതിനെന്ത് വില നിർണ്ണയിക്കാൻ കഴിയില്ല. പിന്നെ ദീർഘകാലത്തേക്ക് സമ്പത്ത് സംഭരിക്കുന്നതിനുള്ള കാര്യക്ഷമത ഇല്ലായ്മ. കുറേ കാലത്തേക്ക് നമുക്കത് സംഭരിച്ച് വെക്കാൻ കഴിയില്ലല്ലോ. ആവശ്യമുള്ള ഉൽപ്പന്നം കൈമാറ്റത്തിന് ലഭിക്കാനുള്ള ബുദ്ധിമുട്ട്. മൂലധനത്തിൻ്റെ പൊതുവായ അളവുകോലിൻ്റെ അഭാവം എല്ലാവർക്കും സ്വീകാര്യമല്ല. എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന ഘടകം എന്താണ്? പണമാണ് അല്ലേ. എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? പണമാണ്. ഉൽപ്പാദന പ്രക്രിയയിലെ ഏറ്റവും പ്രധാന ഘടകം. ഒരു ഉൽപ്പാദന പ്രക്രിയയിൽ ഏറ്റവും പ്രധാന ഘടകം എന്താണ്? തൊഴിൽ അല്ലെങ്കിൽ അധ്വാനം. ഒരു ഉൽപ്പാദന പ്രക്രിയയിൽ അധ്വാനിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? അധ്വാനം അല്ലെങ്കിൽ തൊഴിലാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങളുടെയും വരുമാന മാർഗം വേതനം, അധ്വാനത്തിൻ്റെ പ്രതിഫലം. ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം അല്ലെങ്കിൽ മനുഷ്യ വിഭവം. അതായത് ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങൾ. അതായത് അധ്വാന ശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം അല്ലെങ്കിൽ മനുഷ്യ വിഭവം എന്ന് പറയുന്നത്. മാനവ വിഭവശേഷിയുടെ ഗുണമേന്മ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാണ് ഉൽപ്പാദനക്ഷമത എന്ന് പറയുന്നത്. മാനവ വിഭവശേഷിയുടെ ഗുണമേന്മ നിർണ്ണയിക്കുന്ന ഘടകം. മാനവ വിഭവശേഷിയുടെ ഗുണമേന്മ ഉൽപ്പാദനക്ഷമതയാണ് അല്ലേ. പിന്നെ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുള്ള ഓരോ ഉൽപ്പാദക ഘടകത്തിൻ്റെയും കഴിവിനെ നമ്മൾ ഉൽപ്പാദനക്ഷമത എന്ന് പറയുന്നു. ഉൽപ്പന്നങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുള്ള ഓരോ ഉൽപ്പാദക ഘടകത്തിൻ്റെയും കഴിവിനെയാണ് നമ്മൾ ഉൽപ്പാദനക്ഷമത എന്ന് പറയുന്നത്.
ഒരു രാജ്യത്തെ മാനവ വിഭവശേഷി പ്രദാനം ചെയ്യുന്ന ഘടകങ്ങളിലൊന്നാണ് ആ രാജ്യത്തിൻ്റെ ജനങ്ങൾ. അതായത് എന്താണ് ഒരു എന്താ പറയുക, ഉൽപ്പാദന പ്രക്രിയയിൽ കഴിവുള്ള ഒന്നിനെയാണ് നമ്മൾ മാനവ വിഭവം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തെ മാനവ വിഭവശേഷിയെ പ്രദാനം ചെയ്യുന്ന ഘടകങ്ങളിലൊന്നാണ് ആ രാജ്യത്തെ ജനങ്ങൾ. ആ രാജ്യത്തെ എന്താണ് ജനങ്ങൾ അല്ലേ. ആ രാജ്യത്തെ ജനങ്ങൾ എന്താണ് ഈ വിഭവശേഷിയിലൊന്നും ഉൽപ്പാദന പ്രക്രിയയിലൊന്നും പങ്കെടുത്തില്ല, അല്ലെങ്കിൽ അതിനുള്ള അധ്വാന ശേഷി ഇല്ലാത്ത ജനങ്ങളാണെങ്കിൽ എന്താണ് ആ രാജ്യത്തിന് എന്താണ് മാനവശേഷിയെ പ്രദാനം ചെയ്യുന്ന ഘടകങ്ങളല്ലേ ആ രാജ്യത്തെ ജനങ്ങൾ. ഒരു രാജ്യത്തിൻ്റെ മാനവ വിഭവശേഷിയായി പരിഗണിക്കുന്നത് ജനങ്ങളെ. മാനവശേഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ജനസംഖ്യയുടെ വലിപ്പം, ഘടന, വൈദഗ്ധ്യം ഇവയെല്ലാമാണ് എന്തെന്ന് മാനവശേഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ. 2-ാം സ്ഥാനം ചൈന. മാനവ വിഭവത്തെ നിർണ്ണയിക്കുന്നത് ജനസംഖ്യയുടെ ഗുണമേന്മയാണ്. മാനവ വിഭവത്തെ നിർണ്ണയിക്കുന്നത് ജനസംഖ്യയുടെ ഗുണമേന്മയാണ്. ഇന്ത്യ ഗവൺമെൻറ് 2023 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ PLFS റിപ്പോർട്ട് പ്രകാരം 15 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ള തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയും കഴിവുമുള്ള ജനവിഭാഗമാണ് തൊഴിൽ സേന എന്ന് പറയുന്നത്. അതായത് 2023 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച PLFS അതായത് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് പ്രകാരം എന്താണ് 15 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ള തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയും കഴിവുമുള്ള ജനവിഭാഗത്തിനെയാണ് നമ്മൾ തൊഴിൽ സേന എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുടെ വരുമാനത്തെയും വളർച്ചയെയും അനുകൂലമായി സ്വാധീനിക്കുന്നതാണ് തൊഴിൽ സേന. രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുടെ വരുമാനത്തെ, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനത്തിനെയും അതുപോലെ തന്നെ വളർച്ചയെയും അനുകൂലമായി സ്വാധീനിക്കുന്ന ഒന്നാണ് എന്തെന്ന് തൊഴിൽ സേന. തൊഴിൽ സേന എന്ന് പറയുന്നത് 15 വയസ്സിനും അതിൽ കൂടുതലുമുള്ള എന്താ പറയുക ആൾക്കാർ, തൊഴിൽ ചെയ്യാൻ സന്നദ്ധയുള്ള കഴിവുള്ള ജനവിഭാഗത്തിനെയാണ് നമ്മൾ തൊഴിൽ സേന എന്ന് പറയുന്നത്. അതെന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനത്തിനെയും അതുപോലെ തന്നെ വളർച്ചയെയും അനുകൂലമായി സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. ഉൽപാദനത്തിൻ്റെ ചലനാത്മക ഘടകം എന്ന് പറയുന്നത് മാനവ വിഭവമാണ്. ഉൽപാദനത്തിൻ്റെ ചലനാത്മക ഘടകം എന്ന് പറയുന്നത് മാനവ വിഭവമാണ്. മാനവ വിഭവശേഷിയെ കൂടുതൽ കാര്യക്ഷമമാകാൻ ആവശ്യമായ ഘടകങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസം, ഉചിതമായ പരിശീലനം, ആരോഗ്യ പരിരക്ഷ. മാനവ വിഭവശേഷിയുടെ സാമ്പത്തിക മൂല്യം മനുഷ്യ മൂലധനമാണ്. മാനവ വിഭവശേഷിയുടെ സാമ്പത്തിക മൂല്യം എന്ന് പറയുന്നത് മനുഷ്യ മൂലധനമാണ് അല്ലേ. അടുത്ത മനുഷ്യ മൂലധന രൂപങ്ങൾക്ക് ഉദാഹരണങ്ങൾ. മനുഷ്യ മൂലധന രൂപങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? കർഷകർ, അധ്യാപകർ, ശാസ്ത്രജ്ഞർ, ഡോക്ടർമാർ, കൈത്തൊഴിലുകാർ. മനുഷ്യ മൂലധനം എന്ന് ആണല്ലേ എന്താ പറയുക, മനുഷ്യ മൂലധന ശേഖരത്തിന് കാലക്രമേണ നടത്തുന്ന കൂട്ടിച്ചേർക്കലുകളാണ് മനുഷ്യ മൂലധന രൂപീകരണം എന്ന് പറയുന്നത്. മനുഷ്യ മൂലധന ശേഖരണത്തിലേക്ക് കാലക്രമേണ നടത്തുന്ന കൂട്ടിച്ചേർക്കലുകളാണ് മനുഷ്യ മൂലധന രൂപീകരണം. മനുഷ്യ മൂലധന രൂപങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കർഷകർ, അധ്യാപകർ, ശാസ്ത്രജ്ഞർ, ഡോക്ടർമാർ, കൈത്തൊഴിലുകൾ. മനുഷ്യ മൂലധനത്തെ ശക്തിപ്പെടുത്തേണ്ട മാർഗങ്ങൾ: മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങൾ ഒരുക്കുക, വിദ്യാഭ്യാസ രംഗത്ത് വൻതോതിലുള്ള നിക്ഷേപം സാധ്യമാക്കുക, നൈപുണ്യ വികസനത്തിന് പ്രാധാന്യം നൽകുക, തൊഴിലാളി സൗഹൃദ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുക. അതായത് തൊഴിലാളികൾക്ക് സൗഹൃദ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുക, അപ്പോഴല്ലേ അവർ നല്ലപോലെ ജോലി ചെയ്യുള്ളൂ. മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ, കുടിയേറ്റം, വിവരലഭ്യത, തൊഴിൽ പരിശീലനം. വിദ്യാഭ്യാസത്തിൻ്റെ നേട്ടങ്ങൾ. വിദ്യാഭ്യാസം കൊണ്ട് എന്തൊക്കെ നേട്ടം നമുക്ക് മനുഷ്യ മൂലധനത്തിന് ഉണ്ടാവുമെന്ന് നോക്കാം. ആധുനിക സാങ്കേതിക വിദ്യയുടെ ഫലപ്രദമായ വിനിയോഗം, മെച്ചപ്പെട്ട തൊഴിൽ സാധ്യമാക്കൽ, കൂടുതൽ വരുമാനം ലഭ്യമാക്കൽ, ഉയർന്ന ജീവിത നിലവാരം, ഉന്നത മൂല്യബോധമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുക. ഇതൊക്കെയാണ് എന്തെന്ന് വിദ്യാഭ്യാസത്തിൻ്റെ നേട്ടങ്ങൾ. എന്തൊക്കെയാണ്? ആധുനിക സാങ്കേതിക വിദ്യയുടെ ഫലപ്രദമായ വിനിയോഗം, അതുപോലെ തന്നെ മെച്ചപ്പെട്ട തൊഴിൽ സാധ്യത, കൂടുതൽ വരുമാനം ലഭ്യമാക്കൽ, ഉയർന്ന ജീവിത നിലവാരം, ഉന്നത മൂല്യബോധമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുക. മാനവ വിഭവത്തെ മനുഷ്യ മൂലധനമായി വികസിപ്പിക്കാൻ നിക്ഷേപം നടത്തേണ്ട മേഖലകൾ ഏതൊക്കെയാണ്? പൊതുമേഖല, സ്വകാര്യ മേഖല, സഹകരണ മേഖല.
വിദ്യാഭ്യാസം രാജ്യ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഘട്ടങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അതായത് വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ എന്താണ്, നമുക്ക് കഴിവ് വർദ്ധിക്കും അല്ലേ. ആ കഴിവ് വർദ്ധിക്കുന്നതിലൂടെ തന്നെ സാങ്കേതിക പരിജ്ഞാനവും വർദ്ധിക്കും, നൈപുണ്യ വികസനം വർദ്ധിക്കും, മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കും നമുക്ക്. അതുപോലെ തന്നെ മെച്ചപ്പെട്ട വരുമാനവും ലഭിക്കും, മെച്ചപ്പെട്ട വരുമാനം ലഭിക്കും. നമുക്ക് എന്ത് ചെയ്യും, ജീവിത നിലവാരം ഓൾറെഡി മെച്ചപ്പെട്ടതാവും. അത് എന്ത് ചെയ്യും, രാജ്യ പുരോഗതിയിലേക്ക് വരും. നെക്സ്റ്റ്, വിജ്ഞാന സമ്പദ് വ്യവസ്ഥ. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിവിധ തലങ്ങളിൽ ബുദ്ധിയോടൊപ്പം നൂതന സാങ്കേതിക ആശയങ്ങളും വിവര സാങ്കേതിക വിദ്യയും വിനിയോഗിക്കുന്ന സമ്പദ് ക്രമമാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിവിധ തലങ്ങളിൽ ബുദ്ധിയോടൊപ്പം തന്നെ നൂതന സാങ്കേതിക ആശയങ്ങളും വിവര സാങ്കേതിക വിദ്യയും വിനിയോഗിക്കുന്ന സമ്പദ് ക്രമമാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഭൗതികതയെ ഒരു ഭൗതിക മൂലധനമാക്കി മാറ്റി ഉൽപാദനം. എന്താണ്? ഭൗതികതയെ ഒരു ഭൗതിക മൂലധനമാക്കി മാറ്റി ഉൽപാദനം ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഭൗതിക ഉൽപ്പന്നങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ. ഇതാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ. ഭൗതികതയെ ഒരു ഭൗതിക മൂലധനമാക്കി മാറ്റുക. ഭൗതിക ഉൽപ്പന്നങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ, ക്രയവിക്രയങ്ങൾ. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയെ, വിജ്ഞാനം നമ്മുടെ അറിവിനെ എന്താക്കുക, നമ്മളൊരു മൂലധനാക്കുകയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന മനുഷ്യ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശാസ്ത്രജ്ഞർ, ഗവേഷകർ, നയരൂപീകരണ വിദഗ്ധർ, സോഫ്റ്റ്വെയർ വിദഗ്ധർ, ഓഹരി, നികുതി എന്നിവയെക്കുറിച്ച് വിദഗ്ധാഭിപ്രായം നൽകുന്നവർ. ഇതൊക്കെയാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന മനുഷ്യ വിഭവങ്ങൾ എന്ന് പറയുന്നത്. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന ആസ്തികൾ എന്തൊക്കെയാണ്? ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് തുടങ്ങിയ സ്ഥാപനങ്ങൾ. ലോകാരോഗ്യ സംഘടന WHO നിർവചനമനുസരിച്ച് ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യക്ഷമത കുറയുന്നത് വ്യക്തിയെയും രാജ്യ പുരോഗതിയെയും ബാധിക്കുന്ന രീതികൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഉൽപാദനക്ഷമത കുറയുന്നു. നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഉൽപാദനക്ഷമത കുറയുന്നു. ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരുന്നു. അപ്പോൾ നമുക്ക് ജോലി ചെയ്യാൻ കഴിയില്ല, അപ്പോൾ വിട്ടു നിൽക്കേണ്ടി വരുന്നു. ഉൽപാദനം കുറയും. അതുകൊണ്ട് തന്നെ ഉൽപാദനം കുറയും. അത് നമ്മുടെ രാജ്യ പുരോഗതിയെ ബാധിക്കും അല്ലേ. ആരോഗ്യ പരിപാലനം വരുത്തേണ്ടതിൻ്റെ ആവശ്യകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? ജനങ്ങളുടെ ഉൽപാദനക്ഷമതയിലും ഗുണനിലവാരത്തിലും സ്വാധീനം ചെലുത്തി മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നു. ആരോഗ്യ പരിപാലനം വരുത്തേണ്ടതിൻ്റെ ആവശ്യകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ജനങ്ങളുടെ ഉൽപാദനക്ഷമതയിലും ഗുണനിലവാരത്തിലും സ്വാധീനം ചെലുത്തി മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നു. വ്യക്തികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നു. രാജ്യ പുരോഗതി കൈവരിക്കുന്നതിന് സഹായിക്കുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എന്താ പറയുക, നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് ഉൽപാദനക്ഷമത ഉണ്ടാവില്ല. ഗുണനിലവാരത്തിലും ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന് നല്ല ഗുണനിലവാരം ഉണ്ടാവണം. അതും ആ ഗുണനിലവാരത്തിനും സ്വാധീനം ചെലുത്തി മാനവശേഷി വികസിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് മാനവശേഷി, മനുഷ്യൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ട് അല്ലേ. വ്യക്തികളുടെ അതുകൊണ്ട് തന്നെ ജീവിത നിലവാരം ഉയർത്തുന്നു. ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തികളുടെ ജീവിത നിലവാരം ഉയരുന്നു. അത് രാജ്യ പുരോഗതി കൈവരിക്കുന്നതിന് സഹായിക്കുന്നു അല്ലേ. മാനവ വിഭവത്തിൻ്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ആരോഗ്യ പരിപാലന മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. രോഗപ്രതിരോധ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുക, ശുചിത്വ പരിപാലനത്തിന് പ്രാധാന്യം നൽകുക, മതിയായ പോഷകാഹാര ലഭ്യത ഉറപ്പാക്കുക, മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ലഭ്യമാക്കുക, വിനോദവും വിശ്രമവും ഉറപ്പുവരുത്തുക. അതായത് രോഗപ്രതിരോധ സംവിധാനങ്ങൾ, രോഗപ്രതിരോധ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുക. അതുപോലെ തന്നെ പരിപാലനത്തിന് പ്രാധാന്യം, ശുചിത്വം ഉണ്ടായിരിക്കണം. പിന്നെ മതിയായ പോഷകാഹാര ലഭ്യത. മതിയായ പോഷകാഹാരം വേണം. മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ലഭ്യമാക്കണം അല്ലേ. മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ലഭ്യമാക്കണം. അതുപോലെ തന്നെ വിനോദവും വിശ്രമവും ഉറപ്പുവരുത്തണം അല്ലേ.
പൊതുമേഖലയിലെ ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? പൊതുമേഖലയിലെ ആരോഗ്യ ഉപകേന്ദ്രങ്ങളുണ്ട്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്, സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്, താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ. ഇവയൊക്കെ എന്താണ്? പൊതുമേഖലയിലെ ആരോഗ്യ പരിപാലന സംവിധാനങ്ങളാണ്. ആരോഗ്യ പരിപാലന സംവിധാനത്തിലൂടെ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പ്രതിരോധ ഔഷധങ്ങൾ നൽകുന്നുണ്ട്, പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നുണ്ട്, രോഗം ഭേദമാകാനുള്ള ഔഷധങ്ങൾ നൽകുന്നുണ്ട്, പോഷകാഹാര ലഭ്യത ലഭിക്കുന്നുണ്ട്, ആരോഗ്യ സാക്ഷരതയുടെ പ്രചരണവും നടക്കുന്നുണ്ട്, ശുദ്ധമായ കുടിവെള്ള വിതരണമുണ്ട്, ശുചീകരണ നടപടികളുണ്ട്. ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന വിവിധ മേഖലകൾ ഏതൊക്കെയാണ്? ആയുർവേദം ഉണ്ട് അല്ലേ? ചികിത്സാ സൗകര്യങ്ങൾ ആയുർവേദമുണ്ട്, യോഗയുണ്ട്, പ്രകൃതി ചികിത്സയുണ്ട്, യുനാനിയുണ്ട്, ഹോമിയോപ്പതി ഉണ്ട്. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് നമ്മൾ കുടിയേറ്റം എന്ന് പറയുന്നത് അല്ലേ? ഈ കുടിയേറ്റത്തിന് എന്താണ്? നമ്മുടെ രാജ്യ പുരോഗതിയിൽ വലിയൊരു കൈകടത്തലുണ്ടല്ലോ അല്ലേ? കുടിയേറ്റം ഒരു പ്രദേശത്തിൻ്റെ മനുഷ്യ മൂലധന രൂപീകരണത്തിന് സഹായിക്കുന്നു. കുടിയേറ്റം എന്നത് എന്താണ്? ഒരു പ്രദേശത്തിൻ്റെ എന്താണ്? മനുഷ്യ മൂലധന രൂപീകരണത്തിന് സഹായിക്കുന്നുണ്ട് അല്ലേ? വിവിധ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അതത് സ്ഥാപനങ്ങൾ പല ഘട്ടങ്ങളിലായി ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് നൽകുന്ന പരിശീലനമാണ് തൊഴിൽ പരിശീലനം എന്ന് പറയുന്നത്. വിവിധ മേഖലകൾ നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് വിവര ശേഖരണം നടത്തുന്നതിന് ജനങ്ങളെ സഹായിക്കുന്ന തരത്തിൽ വിവര ലഭ്യത പരിപോഷിപ്പിക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അനിവാര്യമാണ്. മനുഷ്യ മൂലധന രൂപീകരണം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ദാരിദ്ര്യവും തൊഴിലില്ലായ്മയാണ്. എന്താണ്? മനുഷ്യ മൂലധന രൂപീകരണം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ? ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അല്ലേ? മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം. മനുഷ്യനെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന പ്രധാന ഘടകമാണ് കുറഞ്ഞ വരുമാനം അല്ലേ? കുറഞ്ഞ വരുമാനത്തിൻ്റെ അനന്തരഫലമാണ് വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വരികയും ദാരിദ്ര്യത്തിൽ എത്തപ്പെടുകയും ചെയ്യുന്നത്. കുറഞ്ഞ വരുമാനം കാരണമാണ് നമുക്ക് നല്ലൊരു വിദ്യാഭ്യാസം കിട്ടില്ല, ആരോഗ്യം കിട്ടില്ല തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വരികയും ദാരിദ്ര്യത്തിൽ എത്തിപ്പെടുകയും ചെയ്യുന്നു. ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളും അനന്തരഫലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളും അതുപോലെ തന്നെ അതുണ്ടാകുന്ന അനന്തരഫലങ്ങളും അനന്തരഫലങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണ്? ദാരിദ്ര്യം വരുമ്പോൾ നമുക്ക് കുറഞ്ഞ വരുമാനമായിരിക്കും ഉണ്ടാവുക. കുറഞ്ഞ വരുമാനം, അതുപോലെ തന്നെ കുറഞ്ഞ വാങ്ങൽ ശേഷി. അതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷ്യ ദൗർലഭ്യം ലഭിക്കും, പോഷകാഹാര കുറവുണ്ടാവും, വിദ്യാഭ്യാസ പ്രാപ്തത ഇല്ലായ്മ ഉണ്ടാവും, നിരന്തരമായ അസുഖങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഉയർന്ന ശിശുമരണ നിരക്കുണ്ടാവും. പോഷകാഹാരങ്ങളൊന്നും ലഭിക്കാതെ കുറഞ്ഞ ആയുർദൈർഘ്യമായിരിക്കും. ആശ്രിതരുടെ എണ്ണത്തിൽ വളരെ വലിയ വർധനവും ഉണ്ടാവും. കുറഞ്ഞ ഉൽപ്പാദനക്ഷമത, ജോലി ചെയ്യാനുള്ള ശേഷിക്കുറവ്. ഇതുകൊണ്ട് തന്നെ കുറഞ്ഞ ഉൽപ്പാദനക്ഷമതയും ജോലി ചെയ്യാനുള്ള ശേഷിക്കുറവും വരുന്നു. അടുത്താണ്, നിലവിലുള്ള വേതന നിരക്കിൽ തൊഴിൽ ചെയ്യാൻ തയ്യാറുള്ള ആരോഗ്യവും കഴിവുമുള്ള ഒരു വ്യക്തിക്ക് തൊഴിൽ കണ്ടെത്താനാവാത്ത അവസ്ഥയാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? തൊഴിൽ ചെയ്യാൻ സന്നദ്ധനാണ്, ബട്ട് അയാൾക്ക് വേണ്ടുന്ന ജോലി ആ വേതനത്തിൽ ജോലി ചെയ്യാൻ അയാൾ സന്നദ്ധനാണ്, പക്ഷേ അതിനുള്ള തൊഴിൽ കണ്ടെത്താനാവാത്ത ഒരവസ്ഥയാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ വിവിധ തരം തൊഴിലില്ലായ്മകൾ: പ്രകടമായ തൊഴിലില്ലായ്മ, ഘടനാപരമായ തൊഴിലില്ലായ്മ, കാലികമായ തൊഴിലില്ലായ്മ, പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ഇതിൽ പ്രകടമായ തൊഴിലില്ലായ്മ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ തൊഴിൽ ചെയ്യാൻ സന്നദ്ധമായിട്ടും തൊഴിൽ ഇല്ലാത്ത അവസ്ഥ. അതായത് പ്രകടമാണ്, നമുക്ക് ജോലി ചെയ്യാൻ നമ്മൾ സന്നദ്ധനാണ്, ബട്ട് അവിടെ തൊഴിലില്ല. ഇങ്ങനെ നേരിട്ടുള്ള ഒരു പ്രകടമായ ഒരു ഇതിനെയാണ് നമ്മൾ പ്രകട തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥയാണ് ഘടനാപരമായ തൊഴിലില്ലായ്മ. അതായത് ഘടനാപരം, നമുക്ക് ഒരു ഓഫീസാണ്, അപ്പോൾ അവിടെ ഒരുപാട് നൂതന സാങ്കേതിക വിദ്യ, ഒരുപാട് സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം മൂലം ഘടനാപരമായിട്ടെല്ലാം അവിടെ നൂതന സാങ്കേതിക വിദ്യകൾ വന്നു. അതുകൊണ്ട് തന്നെ അവിടെ തൊഴിലുണ്ടാവില്ല, മനുഷ്യനുള്ള തൊഴിലില്ലാത്ത അവസ്ഥേനെയാണ് നമ്മൾ ഘടനാപരമായ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയങ്ങളിൽ
സമയം തൊഴിൽ ഇല്ലാതാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് കാലികമായ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. അതെ, ഒരു പ്രത്യേക കാലത്ത് തൊഴിലുണ്ടാവും, എന്നാൽ കുറഞ്ഞ സമയത്ത് എന്താണ് മറ്റു സമയങ്ങളിൽ എന്താണ് തൊഴിലില്ലാത്ത അവസ്ഥയാണ് കാലിക തൊഴിലില്ലായ്മ. അടുത്തതാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. ഉൽപാദന പ്രവർത്തനത്തിൽ ആവശ്യത്തിലധികം തൊഴിലാളികൾ പങ്കെടുക്കുന്ന അവസ്ഥ. അതായത് ഉൽപാദന പ്രവർത്തനത്തിൽ ആവശ്യത്തിലധികം തൊഴിലാളികൾ പങ്കെടുക്കുന്ന അവസ്ഥയെയാണ് നമ്മൾ പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്, അപ്പോൾ അവിടെ എന്താണ് ഇനിയും ആൾക്കാരെ വേണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ ഈ മേഖലയിൽ തൊഴിൽ ചെയ്യാനുണ്ട്, അപ്പം ബാക്കിയുള്ള ആൾക്കാർക്ക് എന്താണ് തൊഴിലുണ്ടാവില്ല, അതിനെയാണ് നമ്മൾ പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ കാർഷിക മേഖലയിൽ കാണപ്പെടുന്ന തൊഴിലില്ലായ്മ. ഇതിന് ഉദാഹരണമാണ് എല്ലാവരും കാർഷിക രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ എന്താണ് കാർഷിക മേഖലയിൽ കാണപ്പെടുന്ന തൊഴിലില്ലായ്മ. ഉൽപാദന പ്രവർത്തനത്തിൽ ആവശ്യത്തിലധികം തൊഴിലാളികൾ പങ്കെടുക്കുന്ന അവസ്ഥ. അപ്പം ഇന്ത്യൻ കാർഷിക ഉൽപാദന പ്രവർത്തനത്തിന് ആവശ്യത്തിലധികം തൊഴിലാളികൾ പങ്കെടുക്കുന്ന അവസ്ഥ. ഇന്ത്യൻ കാർഷിക മേഖലയിൽ കാണപ്പെടുന്ന തൊഴിലില്ലായ്മയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ. അവിടെ എന്താണ് ഇന്ത്യൻ കാർഷിക മേഖലയിൽ എന്താണ് തൊഴിലില്ലായ്മ അനുഭവപ്പെടുന്നുണ്ടല്ലേ, എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഉൽപാദന പ്രവർത്തനത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ചെയ്യാൻ ആൾ ഉണ്ടാവില്ല, അതിനെയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്.